വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗം. സ്നാപകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവന് മുൻപേ അയക്കപ്പെട്ടവനാണ്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് താൻ എന്ന വലിയ ബോധ്യം സ്നാപക യോഹന്നാൻ ഉണ്ടായിരുന്നു. തന്നിലൂടെയാണ് ക്രിസ്തു പ്രകാശിതമാകേണ്ടത്. ഈ ഒരു ധർമ്മത്തിൽ അവൻ ഒരുപാട് ആനന്ദം കണ്ടെത്തുന്നുമൊക്കെയുണ്ട്. നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ നമ്മിലൂടെ ക്രിസ്തു പ്രകാശിതമാകുന്നുണ്ടോ ഇല്ലയോ എന്ന് ധ്യാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ ശുശ്രൂഷയിൽ നമുക്ക് ആനന്ദം കാണുവാനായിട്ട് സാധ്യമാകുന്നുണ്ടോ? നാമൊക്കെ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നുണ്ടോ? നാം ഓരോരുത്തരും ക്രിസ്തുവിന് വഴിയൊരുക്കേണ്ടവരാണ്. ക്രിസ്തു ഇന്ന് എന്നിലൂടെ വളരണമെങ്കിൽ ഞാൻ ഒരുപാട് ചെറുതാകേണ്ടിയിരിക്കുന്നു. സ്വയം ചെറുതാവാതെ, സ്വയം താന്നു കൊടുക്കാതെ, അല്പമൊന്ന് കണ്ണടയ്ക്കാതെ നമുക്ക് ആർക്കും ക്രിസ്തുവിനെ ഉയർത്തുവാനാവില്ല. നമ്മുടെയൊക്കെ ദിനചര്യയിലൂടെ, ജീവിതക്രമങ്ങളിലൂടെയൊക്കെ അവരുടെ മുമ്പിൽ ക്രിസ്തു പ്രകാശിതമാക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ പരുവപ്പെടുത്തേണ്ടിയിരിക്കുന്നു. സ്വയം ചെറുതാകുവാൻ മനസ്സുള്ളവർക്ക് മാത്രമേ ക്രിസ്തുവിനെയും മറ്റുള്ളവരെയും ഉയർത്തുവാനാവൂ. ചെറുതാകലിലേക്ക് എത്തിപ്പിടിക്കുവാൻ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. എളിമപ്പെടുന്നതും ഒരുപാട് ത്യാഗം സഹിക്കുന്നതുമൊക്കെ ആ ചെറുതാകലിലേക്കുള്ള വളർച്ചയുടെ ഘട്ടങ്ങളാണ്. നമുക്ക് ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ അവരിനു വേണ്ടി അല്പം ഇടം കൊടുക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. അല്പമൊന്ന് പിറകിലേക്ക് നിൽക്കുവാനായിട്ട്. ഇന്നെല്ലാവരും വലിയ ഓട്ടപ്രദക്ഷിണത്തിലാണ്. ഒന്നാമനാകുവാനുള്ള, വിജയിക്കുവാനുള്ള, താൻ പോരിമയുടെ, എന്റെ ഞാനെന്ന ഭാവത്തിലേക്ക് എത്തിപ്പിടിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ സ്നാപകൻ ഓർമ്മിപ്പിക്കുന്നു, അല്പമൊന്ന് പിറകോട്ട് നിൽക്കണമെന്ന്, അല്പമൊന്ന് താന്നു കൊടുക്കണമെന്നും. ആ താഴ്ചയിൽ ഉയർത്തപ്പെടുന്ന ജീവിതങ്ങളെ നോക്കി ആനന്ദിക്കുവാൻ നമുക്ക് ഈ ദിനത്തെ മാറ്റിവെക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.